സുപ്രഭാതം ന്യൂസ് സ്കാനിന്റെ പുതിയൊരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിയമസഭയിലെത്തിയ ചെളിവെള്ളത്തെ കുറിച്ചാണ്. എന്നോടൊപ്പം ഉള്ളത് സുപ്രഭാതത്തിന്റെ ന്യൂസ് കോർഡിനേറ്റർ ജോഷി ചേട്ടനാണ്. ജോഷിയേട്ടാ, നമ്മുടെ മനസ്സിൽ പിണറായി വിജയൻ നിൽക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരു രൂപം, നിയമസഭയിലെ പിണറായി വിജയൻ ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ പോലീസ് ലാത്തിച്ചാർജിൽ അടി കൊണ്ടിട്ട് ആ രക്തം പുരണ്ട ഷർട്ടുമായിട്ട് വന്നൊരു പിണറായി വിജയന്റെ ഇമേജ് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ ഇപ്പൊ 2 ദിവസമായിട്ട് കേരളത്തില് നിയമസഭയിൽ ഒരു കുപ്പി ചെളിവെള്ളം പൊക്കി നിൽക്കുന്ന ഒരു പിണറായി വിജയന്റെ ഇമേജാണ് ആൾക്കാർക്ക് വരുന്നത്. ഈ പുതിയ തലമുറയെ തന്നെ എടുത്താൽ അവർക്കൊന്നും പഴയ സംഭവം അറിയില്ലെങ്കിൽ അവർക്ക് എന്തായിരിക്കും, ഇത് ഇങ്ങനത്തെ ഒരു നേതാവാണോ എന്ന് തോന്നുന്ന രീതി വരെയുള്ള ട്രോളുകൾ വരുന്നുണ്ട്. 10 വർഷം ഒരു ട്രോൾ പോലും ഇല്ലായിരുന്ന പിണറായി വിജയൻ ഇപ്പം ഒരു ട്രോൾ മെറ്റീരിയലായി മാറുന്നു. അപ്പൊ ഈ പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ഒരു സമര രീതി നിയമസഭയ്ക്കുള്ളിലെ അതിന്റെ ഒരു തീവ്രത കുറയുന്നുണ്ടോ, അത് അവരുടെ നിലവാര തകർച്ച പോലെ തോന്നുന്നുണ്ടോ? എന്താണ് അതിൽ ജോഷിയേട്ടന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? തീർച്ചയായും അതിൽ നമ്മൾ പിണറായി വിജയനെ കഴിഞ്ഞ 10 വർഷമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ പോലീസ് മന്ത്രിയാണ്, മുഖ്യമന്ത്രിയും ഒപ്പം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ പോലീസിന്റെ ചുമതലയുള്ള ഒരു മന്ത്രി എന്ന രീതിയിലാണ് അത് ഇപ്പോഴത്തെ തലമുറ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഷഫീഖ് നേരത്തെ പറഞ്ഞതുപോലെ അതിനു മുമ്പുള്ള പിണറായി വിജയൻ, നിയമസഭയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ നമ്മൾ സെർച്ച് ചെയ്താൽ പോലും ചിലപ്പോൾ ആദ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത് സെർച്ച് ചെയ്താൽ പിണറായി വിജയന്റെ 1977 ഒരു പ്രസംഗവും അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് മർദ്ദനത്തിൽ അദ്ദേഹത്തിൻ്റെ ഷർട്ട് രക്തം, പോലീസിന്റെ മർദ്ദനത്തിൽ അതിക്രൂരമായ മർദ്ദനത്തിൽ രക്തം പുരണ്ട ഷർട്ട് നിയമസഭയിൽ ഗൃഹാധാരന്റെ മുമ്പിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ പോലീസാണ് നിങ്ങളുടെ എന്ന് പറയുന്ന ആ ഒരു ഇതാണ്. പിന്നീട് കേരളം നിരന്തരം പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ ഫ്രെയിം ചെയ്യുമ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലേക്ക് വന്നിരുന്നത്. ആ പിണറായി വിജയനാണ് ഇപ്പം ഈ പ്രതിപക്ഷ നേതാവായിരിക്കെ, ആദ്യമായിട്ടാണ് പിണറായിനെ പ്രതിപക്ഷ നേതാവായിട്ട് ഉണ്ടാവുന്നത്. പ്രതിപക്ഷ നേതാവായിരിക്കെ ഒരു കുപ്പി ചെളിവെള്ളവുമായി നിയമസഭയിൽ സമരം എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ പിണറായി വിജയൻ ആദ്യമായി സഭയിൽ വരുന്നതിന്റെ ഒരു പ്രശ്നം ആയിരിക്കാം. ഏത് സമരത്തിന് അതിന്റെ തീവ്രത, അത് നിയമസഭയിൽ ഒരു വസ്തു ഉയർത്തി കാണിച്ചു നടത്തുന്ന സമരം, അത് വളരെ പ്രധാനമാണ്. എല്ലാവർക്കും നിയമസഭയിലേക്ക് എല്ലാം കൊണ്ടുപോകാൻ പോലും കഴിയില്ല. അപ്പൊ അതിൽ നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ പക്ഷെ ഈ സമരം ഇതിനു വേണ്ടി, അതായത് ഒരു കുപ്പി ചെളിവെള്ളം, പ്രത്യേകിച്ച് പോലീസ് മന്ത്രി ആയിരുന്ന പിണറായി വിജയൻ നമുക്ക് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ തെരുവുകളിൽ കഴിഞ്ഞ LDF ഭരണകാലത്ത് ഒട്ടനവധി സമരങ്ങൾ നടന്നിട്ടുണ്ട്. KSU ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും അവരെ ഒക്കെ പോലീസിന്റെ ലാത്തിച്ചാർജൊക്കെ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു, രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ. അപ്പൊ ഇതിനെ വളരെ സഭയിൽ ചോദ്യങ്ങൾ ചോദിച്ചു. ഇന്നത്തെ ഭരണപക്ഷമായ അന്നത്തെ UDF ഈ സംഭവങ്ങളെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ സഭയിൽ ചോദിച്ചപ്പോൾ ഒക്കെ കണ്ട പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും ഈ പോലീസിനെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ പോലീസ് ചെയ്തതിനെ തെറ്റാണെന്ന് പറയാനോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ചെളിവെള്ളം എന്ന് പറയുന്ന ഇത് എത്രയോ താഴെയാണ്. പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ സമര ആയുധങ്ങളിലെ ഏറ്റവും എന്താ പറയുക ബലഹീനമായ ഒരു ഇതായിപ്പോയി ആ ഒരു കുപ്പി ചെളിവെള്ളം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് SFI നടത്തിയ സമരത്തിന്റെ അല്ല, അതിൽ രാഷ്ട്രീയം മറ്റൊന്നും കൂടി ഉണ്ട്. അത് CPIയുടെ വിദ്യാർത്ഥി സംഘടനയായ ASF, അതുപോലെ തന്നെ യുവജന സംഘടന AYF നടത്തിയ K. രാജൻ ഉദ്ഘാടനം ചെയ്ത ഒരു സമരത്തിന്റെ തുടർച്ചയായിട്ടാണ് സഭയിൽ. പക്ഷെ അതിന് വേണമെങ്കിൽ നമുക്ക് വേറൊരു മാനം കൂടെ അതിന് കൊടുക്കാം. എന്തുകൊണ്ട് അന്ന് ഈ പിണറായി വിജയൻ ഈ മലിനജലമായി വന്നു എന്നുള്ളത് വേണമെങ്കിൽ നിയമസഭയിൽ അന്ന് നടന്ന ചർച്ച ഈ മലിനജലവും ഇതുമൂലം കേരളത്തിൽ ഇപ്പോൾ പടർന്നു പിടിച്ചിരിക്കുന്ന പകർച്ചവ്യാധികളുമാണ്. അപ്പം പിണറായി തന്നെ ചോദിച്ചു, ഇങ്ങനത്തെ വെള്ളം സ്പ്രേ ചെയ്താൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വരെ വരില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അതിന് കൗതുകരമായ മറുപടിയും വന്നിട്ടുണ്ട്. അപ്പോ അത് പറഞ്ഞ അത് ഒരുപക്ഷെ മുൻ ഭരണകാലത്തെ പോലീസിന്റെ ഈ ടാങ്കറിലെ വെള്ളമായിരിക്കാം എന്ന് പറഞ്ഞ് അത് അല്ല, നിങ്ങൾ പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളമാണോ എന്ന്. പിന്നെ അതിൽ ഒരുപടി ചെന്നിത്തലയുടെ ആഭ്യന്തരമന്ത്രിയുടെ മറുപടിയിൽ വന്നിരിക്കുന്നത് അത് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ആണ് ഈ വെള്ളം പമ്പ് ചെയ്യുന്നത്. പക്ഷെ ഈ പമ്പ് ചെയ്തപ്പം മുൻ ഭരണകാലത്തെ ടാങ്കർ കഴുകിയിട്ടില്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ കിടന്നിരുന്ന വെള്ളമായിരിക്കാം. അപ്പൊ അതൊക്കെ രാഷ്ട്രീയമായ ഒരു ട്രോളിലേക്ക് പോകുന്ന ഒരു സമരമായിട്ടാണ്. നമുക്ക് ഈ പ്രതിപക്ഷത്തിന്റെ സമരങ്ങള് ഈ രീതിയിൽ അല്ല പോകേണ്ടത്. ശരിക്കും ഒട്ടനവധി വിഷയങ്ങൾ കേരളത്തിലുള്ള സമയത്ത് ഇത്തരം സംഭവങ്ങൾ, ഇത്തരം പ്രതീകങ്ങളെയൊക്കെ എടുത്ത് നിയമസഭയിലുള്ള സമരങ്ങൾ പ്രതിപക്ഷം ആ രീതിക്ക്
ആയിരിക്കില്ല ഇനി സമരങ്ങൾ അതെ, പ്രത്യേകിച്ച് മുൻ UDF സർക്കാരുകൾ ഭരിക്കുമ്പം LDF പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്തോരെ ഒരു തീവ്രതയോടെയാണോ ഓരോ വിഷയങ്ങൾ സമീപിച്ചത്. അതിൽ നിന്നൊരു ചെറിയ ഒരു മാറ്റം വന്ന പോലെ തോന്നുന്നു ഇതില്. വേറൊരു കാര്യമുള്ളത് ചേട്ടാ, ഇതിനകത്തിപ്പം ഇവര് ശ്രദ്ധിക്കാഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് പഴയ പോലല്ല, എല്ലാം നിരീക്ഷിക്കപ്പെടുന്ന, ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. അപ്പം ഈ പത്രമാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞു, ഈ ചെളിവുള്ള ഒരു പ്രവർത്തകൻ ശേഖരിക്കുന്നു, അത് മുൻമന്ത്രി രാജന്റെ കൊടുക്കുന്നു, രാജന നിയമസഭയിൽ, ഇതൊക്കെ പടങ്ങളടക്കം വന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇവർ ഈ ആ ഒരു വിഷയം ഭയങ്കര ഇതാണ്, പിന്നെ അവർ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, ഒന്ന് പകർച്ചവ്യാധി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം പിന്നെ PM ശ്രീ ആയിക്കോട്ടെ, വീര്യം കുറഞ്ഞ മദ്യം ആയിക്കോട്ടെ, ചർച്ചകൾ വളരെ വിഷയങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. പക്ഷെ അതിലൊക്കെ ഈ ഇത്തരം ഒരു വളരെ ലോ ലെവലിലുള്ള ഒരു ഇത് വരുമ്പോൾ ഇവര് മെയിൻ കോസിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഇതിന്റെ പ്രധാന ആംഗിളിൽ നിന്ന് മാറിപ്പോകുന്ന പോലെ ഒരു തോന്നലുണ്ടോ വിഷയങ്ങളുടെ? തീർച്ചയായിട്ടും. കാരണം ഈ വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇപ്പം കേരളത്തിൽ നടന്നത്. ഇപ്പോൾ അതിലെ PM ശ്രീയെ സംബന്ധിച്ചിട്ടാണെങ്കിലും, അല്ലെങ്കിൽ സർക്കാരിന്റെ പുതിയ മദ്യനയത്തിന്റെ, അതിൽ കേരളത്തിലൊട്ടാകെ പ്രതിഷേധവും ചർച്ചയും നടക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് പ്രതിപക്ഷത്തിന്റെ റോള് എന്തായിരിക്കണം എന്നുള്ളതാണ് ഇതില്. പക്ഷെ നമ്മളെ എല്ലാ സമരങ്ങളെയും ഇതുപോലെ ആയിരിക്കുമെന്ന് കാണാൻ പറ്റില്ല. ഈ സമരത്തിന്റെ ഇതിന് രണ്ട് പ്രത്യേകതകളുണ്ട്. കാരണം ഒന്ന്, PM ശ്രീയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ PM ശ്രീയുടെ തുടക്കം, അല്ലെങ്കിൽ PM ശ്രീ ഏതിൽ നിന്നാണെന്നുള്ള LDF നിന്നാണ്. അപ്പം LDF അതിൽ എന്ത് സമരം ചെയ്യും എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രതിപക്ഷം നേരിടുന്ന ഒരു വലിയ വിഷയമാണ്. അവരാണ് അതിന്റെ അപ്പൊ എന്ത് പറഞ്ഞ് സമരം ചെയ്യും. ഇപ്പൊ പറയുന്ന ഈ ഞങ്ങൾക്ക് അന്ന് PM ശ്രീന്റെ ഭാഗമായി ഒപ്പിട്ടില്ല എന്ന് പറയാൻ പറ്റും. പക്ഷെ അതിന്റെ ഫണ്ട് കിട്ടിയില്ല എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെയൊക്കെ സമരത്തിന് സമരം ചില ധാർമ്മികത ഉയർത്തുന്നത്, ആ ധാർമ്മികതയുടെ പ്രശ്നം അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ പക്ഷെ മറ്റു ഇതിലേക്ക് പെട്ടെന്ന് മാറുന്നത്. ഇതിൽ മദ്യത്തിന്റെ വിഷയത്തിലും ഇതേ സംഭവം പ്രതിപക്ഷം നേരിടുന്നുണ്ട്. കാരണം 2022 LDF സർക്കാർ അംഗീകരിച്ച ഒരു സ്ലാബ് സിസ്റ്റമാണ് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ എന്നുള്ള നടപ്പിലാക്കില്ല. IT പാർക്കുകളിലൊക്കെ വേണമെങ്കിൽ ഈ വിഷയങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഇതിൽ ഈ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ UDF നിന്ന് ഈ വിഷയത്തിൽ, ഈ മദ്യത്തിന്റെ വിഷയത്തിൽ വലിയ എതിർപ്പൊന്നും ഉണ്ടായില്ലെങ്കിൽ പ്രതിപക്ഷത്തിന് വലിയ കാര്യമായിട്ട് എതിർക്കാൻ കഴിയില്ല ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നത്. പക്ഷെ എതിർപ്പ് കോൺഗ്രസിൽ നിന്ന്, ഞങ്ങൾ UDF നിന്ന് വന്നുകൊണ്ടാണ് ഇത് നമ്മൾ ഇത്ര ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, കാരണം ഇതിന്റെ ഒക്കെ തുടക്കം LDF-നാണ്. അപ്പൊ അത്തരം സമയങ്ങളിൽ നമ്മൾ ഇതിനെയൊക്കെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇത്തരം സമര രീതികൾ, നിയമസഭയിലെ സമര രീതികൾ നമ്മളിപ്പോ അതിനെയൊക്കെ വേറൊരു വഴിയിലേക്ക് തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. നമ്മള് ഇപ്പൊ അതാണ് ആ ഒരു കുപ്പി അന്ന് ചില പത്രങ്ങൾ അത് 1-ാം പേജിൽ ആ വാർത്ത പടം കൊടുത്തു, വാർത്ത പടം കൊടുത്തു. അപ്പൊ അതൊക്കെ ഉയർത്തുന്ന ഒരു സമരം, കേരളത്തിലെ ഒരു സമരം, അത് കാണുന്ന ഒരു സാധാരണ ആൾക്കാരുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്തായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഇവര് തിരിച്ചറിയേണ്ടതാണ് എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഈ രണ്ട് വിഷയങ്ങൾ ജോഷേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. ഈ LDF-നും ഒരു സ്റ്റേക്കുള്ള ഒരു സംഭവമാണ് ഇത് രണ്ടും. പക്ഷേ ആരോഗ്യരംഗത്തെ വിഷയങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ പ്രതിഷേധം ഉയർത്താൻ പറ്റുന്ന സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ നിലവിലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ കോവിഡ് പോലെന്നുള്ള സാഹചര്യം വന്നില്ലെങ്കിൽ പോലും ഒരു പകർച്ചവ്യാധി പകരുന്ന സംഭവങ്ങൾ, ഷിഗല്ല വ്യാപിക്കുന്നു. അപ്പോൾ അവർക്ക് അതിൽ ഒരു മേൽക്കൈ ഉണ്ട് ആ പ്രതിഷേധത്തിൽ. കാരണം കഴിഞ്ഞ 10 വർഷം ആരോഗ്യരംഗത്ത് വലിയ കുഴപ്പങ്ങളില്ലാതെ കൊണ്ടുവന്നിരുന്ന, പ്രത്യേകിച്ച് ആദ്യത്തെ 5 വർഷം, രണ്ടാമത്തെ 5 വർഷം നോക്കുമ്പോൾ ചെറിയ പാകപ്പിഴകളൊക്കെ വരുമെങ്കിലും ഇപ്പം പഴയ ആരോഗ്യമന്ത്രിയും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി മുരളീധരനും തമ്മിലുള്ള ചില വാക്കുപോരുകളല്ലാതെ ഇതിനകത്ത് കൃത്യമായ ഒരു പ്രതിഷേധ ഇത് ഉയരുന്നില്ല. അപ്പൊ അതെന്താണ് അങ്ങനെ ഒരു ടേക്കപ്പ് വരേണ്ട സാഹചര്യം ഇല്ലേ കേരളത്തിൽ? ഉണ്ട്. പക്ഷെ ഇതിലൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം കഴിഞ്ഞ LDF ഭരണകാലത്ത് ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജ്, അതിനു മുമ്പിൽ ആയിരുന്ന KK ശൈലജ, ഇവരൊക്കെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് ഇവരൊന്നും സഭയിലില്ല. അത് ഒരു സർക്കാരിന്റെ ഒരു ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ ഏറ്റവും ആദ്യം ചൂണ്ടിക്കാണിക്കുക ഇവരായിരിക്കും. അത് എക്കാലത്തും അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയത്തിൽ ഇപ്പം നമ്മൾ ഒരു ആഭ്യന്തരമന്ത്രിയുടെ വീഴ്ച, പോലീസ് വീഴ്ച ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് മുൻ ആഭ്യന്തരമന്ത്രി പറയരുത്. അപ്പൊ ഇപ്പൊ ഇവർ രണ്ടുപേരും സഭയിലില്ലാത്ത ഒരു ഇതിലൂടെയാണ് ഇപ്പോഴത്തെ നിയമസഭ കടന്നത്.
അപ്പൊ അത് സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ഏത് രീതിയിൽ നീങ്ങണം എന്നുള്ള ഒരു ഇതിന് ഒരു അവ്യക്തതയ്ക്കിടയാക്കി. പിന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന രീതിയിൽ, പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ, അതുപോലെ തന്നെ ബാലഗോപാലുണ്ട്, അല്ലെങ്കിൽ റിയാസ് ഉണ്ട്, ഇവരൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ ഇപ്പോൾ ആരോഗ്യ മേഖല, കാരണം ഒരുപാട് ആരോപണങ്ങൾ കേട്ട LDF സർക്കാരിന്റെ കാലത്ത് ഒരുപാട് ആരോപണങ്ങൾ കേട്ട ഒരു വകുപ്പാണ് ഈ ആരോഗ്യവകുപ്പ്. UDF കൃത്യമായി മന്ത്രിനെ ടാർഗറ്റ് ചെയ്തിട്ട് നിർത്തിയതാണ്. പക്ഷെ അതേ ഇതിൽ ഇപ്പം തിരിച്ച് ഒരു സാഹചര്യം, കേരളത്തില് പകർച്ചവ്യാധികൾ നമ്മൾ ഇതിനു മുമ്പ് കേൾക്കാത്ത ഷിഗല്ല കൂടുതൽ സജീവമായപ്പോലും അതിനനുസരിച്ച് പ്രതിപക്ഷത്തിന് ഒരു തെരുവിലും സഭയിലും ഒന്നും വേണ്ട രീതിയിൽ ഒരു പ്രതിഷേധം ഇപ്പം കഴിയുന്നില്ല എന്നുള്ളത് ഒരു പക്ഷേ. ഇപ്പത് ഏറ്റവും എന്താ വെച്ചാൽ ഇപ്പം കെ മുരളീധരന്റെ തന്നെ ചില പഴയ പ്രസംഗങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിലും അതിനൊക്കെ ഒരു രാഷ്ട്രീയമായിട്ട് ഒരു ശക്തമായ ഒരു ഭരണ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഒരു പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അത് ഒന്ന് എണ്ണക്കുറവുണ്ട്. നമ്മളത് സഭയിൽ ഇപ്പം 35 എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ടാണ് ഈ ഇവര് പ്രതിപക്ഷം പോകുന്നത്. ഇത് ഈ അടുത്ത കാലത്ത് ഇപ്പൊ കഴിഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ആ സമയത്തെ LDF പ്രതിപക്ഷം എന്ന് പറഞ്ഞാലും നല്ല നമ്പർ ഉണ്ടായിരുന്നു. ചെറിയ ഇതിന്റെ വ്യത്യാസമില്ല. വലിയ നമ്മൾ നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞത് ഒരു കാരണമാണ് പ്രതിപക്ഷത്തിന് ഇത്രയേറെ അംഗങ്ങൾ കുറവുള്ളത് ഒരു വിഷയമായി നിയമസഭയിൽ ബാധിക്കും. അത് സ്വാഭാവികമായിട്ടും ഈ സമരത്തിൽ അപ്പൊ ഈ പ്രതിഷേധത്തിലേക്ക് അത് പ്രകടമാകുന്നുണ്ട്. ഇനി ഇത് അങ്ങോട്ടേക്കും ഈ ഒരു ഇത് തന്നെയായിരിക്കാം UDFിനോട്, അല്ലെങ്കിൽ UDF എങ്ങനെയാണോ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് നിലപാട് സ്വീകരിച്ചത് അത്ര തീവ്രതയോടെ പോകാൻ ഒരുപക്ഷെ നിയമസഭയ്ക്ക് അകത്ത് LDFന് കഴിയുന്നില്ല എന്നുള്ളതിന്റെ ഒരു സൂചനമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇപ്പം നടക്കുന്ന ഈ സംഭവം കാണാം. അതുപോലെ തന്നെ ഈ തെരുവിൽ ഇതെങ്ങനെയാവും എന്നുള്ളത് അത് രണ്ടാമത്. പക്ഷെ തെരുവിൽ ഇങ്ങനെ ആയിരിക്കുമോ? തെരുവിലാണ് ഇനി ശരിക്കും മറ്റേ CPMന്റെ ചില നേതാക്കൾ പറയുന്നത് പോലെ ഞങ്ങളിപ്പോൾ തെരുവിൽ നിൽക്കുകയാണ്. അവന് തെരുവിലാണ് CPM അല്ലെങ്കിൽ LDF ഉള്ളത്. സഭയിൽ വളരെ കുറവേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് സഭയിൽ നിന്നുള്ള പ്രതിഷേധം ഈ രീതിക്ക് അപ്പുറത്തേക്ക് വലിയ രീതിയിൽ പോകാനുള്ള സാധ്യതകൾ കുറവാണ്. പിന്നെ അതിൽ ജയിച്ചു വന്നതിൽ കുറെ പുതു ആൾക്കാരുണ്ട്. അപ്പൊ അതിൻ്റെതായ ഒരു പ്രശ്നം പക്ഷേ LDF നേരിടുന്നുണ്ടാവാൻ. എന്തായാലും ഈ നമ്മൾ ഒരു ഭരണപക്ഷത്തിനെതിരെ ഒരു ശക്തമായ സമരമായിട്ട് ഇതുവരെ മുമ്പോട്ട് വരാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഈ 10 വർഷം ഭരണ കക്ഷിയായിരുന്നല്ലോ, അപ്പോൾ പെട്ടെന്ന് പ്രതിപക്ഷത്തിലേക്ക് വന്നപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിരിക്കാം ഒരു പക്ഷേ ഇനിയും ഇത്രയും വിഷയങ്ങളിൽ വളരെ ശക്തമായ പ്രതിഷേധം ഒരു തിരുത്തൽ ശക്തിയായി മാറാൻ ഒരു പക്ഷേ LDFന് കഴിഞ്ഞേക്കാമെന്നൊരു പ്രതീക്ഷ മാത്രം നമുക്ക് പങ്കുവെക്കാം പ്രേക്ഷകരായിട്ട്.